അപ്പോൾ നമ്മുടെ അവിട്ടത്തിനന്ന് ഞാൻ ചിക്കൻ കറി വെച്ചു. വേണ്ട നമ്മുടെ ചിക്കൻ കറി കണ്ടോ, നല്ല അടിപൊളി ചിക്കൻ കറി. നമുക്ക് ഈ ചിക്കൻ കറി ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ അവിട്ടത്തിനന്നുള്ള ചിക്കൻ കറിക്കുള്ള ചിക്കൻ ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ഒന്ന് റെഡിയാക്കി നോക്കാം. അപ്പം നമ്മുടെ ചിക്കൻ കറി വെക്കാനായിട്ടുള്ള കടായി ഞാൻ അടുപ്പത്ത് വെച്ചു, തീ കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം, നമുക്ക് വഴറ്റണ്ടേ. അപ്പോൾ അതിന് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇന്നലെ ഒറ്റ ദിവസം പച്ചക്കറി കൂട്ടി തിന്നു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ വെറുത്തുപോയി കേട്ടോ, മടുപ്പായി. ഇന്നുകൂടെ പച്ചക്കറി കൂട്ടാനായിട്ടുള്ള ശേഷിയില്ല, അതുകൊണ്ടാണ് രാവിലെ പോയി ചിക്കൻ മേടിച്ചു. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വരട്ടെ. ഇത് കണ്ടോ, ഇത് നമ്മുടെ കുട്ടൂന് ലൂണായ്ക്കുള്ള ചിക്കനാണ്. ഞാനത് വേറെ വേവിക്കുകയാണ്, കാരണം അധികം മസാലയൊന്നും ചേർക്കാതെ അവർക്കുള്ള ചിക്കന് ഞാൻ വേറെ വേവിച്ചാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത് വേവായി. നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായി വരട്ടെ. നമുക്കിനി ഞാനിതൊരു 3 സബോളയാണ് എടുത്തേക്കുന്നത്. 3 സബോള ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ വേണ്ട സബോള ഞാൻ ഇട്ട് കൊടുത്തു, അത് വഴന്ന് വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചി കഷ്ണം ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 മുഴുത്ത ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. ഇച്ചിരി വലുപ്പത്തിലേക്കാണ് ഞാൻ അരിഞ്ഞു വെക്കുന്നത്. പിന്നെ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതും വേണ്ട. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഞാൻ 2 തണ്ട് കരിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്, അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് വഴന്ന് വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ. അപ്പോൾ നമ്മുടെ സബോള പാതി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി ഇത് വഴന്ന് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്കുള്ള നമ്മുടെ സബോള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ആവശ്യമുള്ള മസാല ഇട്ട് കൊടുക്കാം. ഞാനൊരു 1.5 സ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ മസാല വേണ്ടേ, ഒരു 1.5 സ്പൂണ് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യും. അപ്പോൾ നല്ലപോലെ നമുക്കത് മിക്സ് ചെയ്ത് നമ്മുടെ മസാലയൊക്കെ ഒന്ന് നല്ലപോലെ ചൂടാക്കി എടുക്കാവേ. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 പെരിഞ്ചീരകം ഒന്നിട്ട് കൊടുത്തേക്കാം. പൊട്ടിക്കാതെയും അരയ്ക്കാതെയൊക്കെ 2 പെരിഞ്ചീരകം. ഇതെന്ന് വെച്ചാൽ നല്ല കുറച്ച് പെരിഞ്ചീരകം. ഇത് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കൂട്ടം കൂടെ നമുക്ക് ചേർക്കാനുണ്ട്. ഞാൻ ഒരു ശകലം തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ആ തേങ്ങാക്കൊത്ത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി നമ്മുടെ ചിക്കൻ കഷ്ണം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവേ. ഇത് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ കഷ്ണം നമ്മൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി
നമുക്കൊന്ന് വേവിച്ചെടുക്കാവേ. അപ്പം നമ്മുടെ ചിക്കൻ കറി വേണ്ട നല്ലപോലെ പറ്റി നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരല്പം മല്ലിയില കൂടെ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് ഷെയറൊക്കെ ഒന്ന് ചെയ്ത് ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ നമ്മുടെ അവിട്ടത്തിൻ്റെ അന്നത്തെ ചിക്കൻ കറി വേണ്ട റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. ബൈ.